ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മരത്തിൻ്റെ കമ്പുകളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുക്കാം. ചിരട്ടയുടെ നാരുകളൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ചിരട്ടയുടെ പകുതി ഭാഗത്ത് ഓറഞ്ച് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ചിരട്ടയ്ക്ക് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിരട്ടയുടെ പകുതി ഭാഗത്ത് മാത്രമേ ഈ ഓറഞ്ച് കളർ കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി ഭാഗത്ത് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. 2 കളർ കൊടുക്കണമെങ്കിൽ ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഡാർക്കും കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ഭംഗി. അങ്ങനെ ബ്ലാക്ക് കളർ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മിറേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. സ്ക്വയർ ഷേപ്പിലുള്ള മിററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒട്ടിക്കേണ്ട ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, ഒട്ടിക്കോളൂ. മിറർ ഒട്ടിച്ചു കൊടുക്കുന്നത് ചിരട്ടയുടെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ. മിറർ ഇങ്ങനെ ചരിച്ചു വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ചിരട്ടയുടെ ചുറ്റുമായിട്ടും ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല ഷേപ്പിലുള്ള മിറേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാ ഷേപ്പിലുള്ള മിറേഴ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് പല ഷേപ്പിലും വലുപ്പത്തിലൊക്കെ ഉള്ള മിറേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ട വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മരക്കൊമ്പ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ കമ്പുകൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ 8 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മരക്കൊമ്പുകൾ ഈ 2 എണ്ണം വെച്ച് ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഈ ചിരട്ട വെക്കാനുള്ള ഒരു സ്റ്റാൻഡാക്കി മാറ്റാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റാൻഡ് ഒട്ടിച്ചെടുക്കാൻ പോണത്. ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഓറഞ്ചും ബ്ലാക്കും തന്നെയാണ് യൂസ് ചെയ്യണത്. 4 മരക്കമ്പുകൾക്ക് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്, ബാക്കി 4 ബ്ലാക്ക് കളറും. ഇനി ഈ സ്റ്റാൻഡിൻ്റെ 4 കോർണറുകളിലും ഈ മിറേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഒട്ടിച്ച സ്ക്വയർ ഷേപ്പിലുള്ള മിറർ തന്നെയാണ് കേട്ടോ. ഇതിനെ ഹാങ് ചെയ്തിടാനായിട്ട് ഇതിൻ്റെ 4 സൈഡിലും വള്ളി കൂടി കെട്ടിക്കൊടുക്കണം. ഞാനിവിടെ കെട്ടിക്കൊടുക്കാനായിട്ട് കട്ടിയുള്ള ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ചാക്കുവള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. ഇനി ചിരട്ടയിൽ മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെടി കൂടി നട്ടു കൊടുക്കാം. ഇതിനി സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെക്കാം. ചിരട്ട വേണമെങ്കിൽ ഈ കമ്പുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ വെറുതെ ഇങ്ങനെ വെച്ചാലും മതി. ഇതിങ്ങനെ തന്നെ ടേബിളിലൊക്കെ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ, പക്ഷെ ഹാങ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ പല കളേഴ്സൊക്കെ കൊടുത്ത് 3-4 പ്ലാന്റേഴ്സൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിരത്തി തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.